നേരത്തെ ആ സംഭവം ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അതുപോലെ ഇനി വരുമായിരുന്നു. എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വീട്ടിൽ 2 ചാനലിന്റെ ആവശ്യമില്ല. നമ്മുടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ പെരുന്നാളാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ഈ വഴിക്കൊക്കെ അവർ ലൈറ്റും ഒക്കെ ഇട്ട് സെറ്റാക്കി. നമ്മുടെ റോഡ് ഫുള്ള് ലൈറ്റാണ്. ലൈറ്റും മറ്റേ മാല ബൾബും ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പാണ്. ഇവർക്ക് പള്ളി പെരുന്നാൾ, അമ്പലത്തിലെ പൂരം എന്നൊക്കെ പറയുന്നത് തൃശ്ശൂരുകാർക്ക് മെയിനാണ്. വൈബാണ്. വൈബ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഇവർക്കുള്ളൂ. ഹലോ ഗൈസ്, അവിടെ ബ്ലോക്കായി. അടിപൊളി.
നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മേരിമാതാ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബാൻഡ് മേളവും പടക്കം പൊട്ടീരും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അമ്പ് കൊണ്ടുവന്നാണ് പള്ളിയിൽ നിന്ന് നമ്മുടെ ബെറ്റിയാനിയുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും നേതിലക്കാവിലെ പൂരം കണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് മനസ്സിലായല്ലോ അല്ലേ. ഇതിപ്പോൾ പള്ളി പെരുന്നാൾ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി വൈബാണ്. ഇത് കഴിഞ്ഞിട്ട് നല്ല കിടുക്കാച്ചി വെടിക്കെട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഗാനമേളയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഗാനമേളയൊക്കെ പുറകെ വരുന്നുണ്ട്. എന്തായാലും കണ്ട് എൻജോയ് ചെയ്യുക. നമ്മള് പള്ളിപ്പെരുന്നാളിന് പോവാണ് അല്ലേ മിസ? പള്ളിപ്പെരുന്നാളിന് പോലെ എന്തോ ഒരു തുമ്മൽ, ഒരു ജലദോഷം എല്ലാം ഉണ്ട്. നമുക്ക് മാസ്ക് വെക്കാൻ എന്തായാലും നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പിടിച്ചോളാം. അല്ല അമ്മ പിടിക്കാം. നീ അമ്മ പിടിക്കുന്നു. അമ്മയെ പിടിക്കണം അല്ലേ? അമ്മയെ പിടിച്ചാൽ മാത്രം മതി. എവിടെ അയ്യോ നമ്മള് പോകുന്നേ? പള്ളി പെരുന്നാളല്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള കുറ്റൂര് പള്ളിയിലെ മേരി മാതാ ചർച്ച്, അവിടെയാണ് പെരുന്നാള്. 2-3 ദിവസമായിട്ടുള്ള കലാപരിപാടികളൊക്കെയാണ്. അതൊക്കെയാണ് നമ്മുടെ വഴിയിലൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഇത് കണ്ടോ നിങ്ങള്? ഇത് ആ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ആ പരിസരത്തുള്ള വീടുകളിലൊക്കെ ഇതേപോലെ അലങ്കാര ബൾബുകളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വീട് ഫുൾ അവരുടെ റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഉള്ള ഒരു ഭയങ്കര എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാതറിങ് ആയിരുന്നു ഈ പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത്. അവരുടെ ഓരോ വീടുകളിലെയും അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്ന് ഗ്യാദർ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ വാസു അണിചൊരുങ്ങിയ സ്റ്റൈൽ മന്നൻ രജനികാന്ത് നായകനായ ചന്ദ്ര
ചന്ദ്രമുഖി എന്ന തമിഴ് സിനിമയിൽ നിന്നും ശ്രദ്ധേയമായ ഒരു ഗാനം. അറിയിക്കുന്നു മോഹൻ സിത്താരയുടെ സംഗീത സംവിധാനത്തിൽ യു വേണുഗോപാൽ അണിയിച്ചൊരുക്കിയ ജനപ്രിയ നായകൻ ജയറാം നായകനായ ഷാർജ ടു ഷാർജ എന്ന സുപ്രീം മലയാള സിനിമയിൽ നിന്നും ശ്രദ്ധേയമായ ഒരു ഗാനം വേദിയിൽ ആലപിക്കുന്നു. രാജീവും സജവും ചേർന്ന് നാടൻപാട്ട് ഇഷ്ടപ്പെടുന്ന പ്രിയ പ്രേക്ഷകർ എല്ലാ കലാകാരന്മാർക്കും പള്ളി വികാരേശ്വരി വരികയും അസിസ്റ്റന്റുകളായി കൈക്കാരന്മാർ ആണോ? അങ്ങനത്തെ സ്കൂപ്പ് മതി, 3 എണ്ണം. വേറെ ഏതാ ഉള്ളത് സ്കൂപ്പ്? ആ ടെൻഡർ കോക്കനട്ട് തന്നെ മതി, 3 എണ്ണം.
പേ ഇല്ലേ? എവിടെ? ആണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പപ്പമ്മ പോയി കൊണ്ടുവന്നു. എവിടെയാണ്ടി? ഈ നേരെ പോണ ലൈറ്റുകൾ പോയാ. ആണോ? പോണോ? പിള്ളേരും മമ്മികളും പോകും. അങ്ങോട്ട് നടക്കണോ? എന്നെ പൊന്ന വേണ്ട. മമ്മി മക്കളോട് പൊക്കോ. ഞങ്ങൾ പോയിട്ട് വരാം. വീഡിയോ പിടിച്ചിട്ട് വരാം. അവിടെ കയറി നിൽക്കാം. നമുക്ക് വീട്ടിൽ സ്കൂട്ടർ എടുത്തോണ്ട് പോയാലേ. ബാ, നടന്നു വല്ല സുഖം. സ്കൂട്ടർ എടുത്തോണ്ട് പോവാ നല്ലത്. അയ്യോടെ പോവാ. ആ, ജാതിക്ക ചമ്മന്തി അരയ്ക്കാൻ വേണ്ടായിരുന്നോ? ഞാനിങ്ങനെ നടന്ന് എന്റെ മുന്നിലോട്ട് എത്തിട്ടില്ല. ഇല്ല, എത്തില്ല. അയ്യോ, പുള്ളി നമ്മള് പറയുന്നുണ്ട് കേട്ടോ. ആ ഓടയ്ക്കകത്തോട്ടെങ്ങാനും മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. നേരത്തെ സംഭവം ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അതുപോലെ ഇനിയും വരുമായിരുന്നു.